ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോ ഞാൻ എന്തൊരു ഗസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ പ്രിയപ്പെട്ട നിന്നിനെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തവണ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. എന്റെ സ്വന്തം ന്യൂട്രീഷനിസ്റ്റ് ആണ്. എന്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ നിന്നിയാണ് നോക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഡയറ്റിനെ കുറിച്ചോ അങ്ങനെ ഫുഡിനെ കുറിച്ചോ ഒന്നും സംസാരിക്കാനല്ല, അതിന് പകരമായിട്ട് നിന്നിയുടെ ജീവിതകഥ നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. 2019 ഇതേപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ സ്വന്തം ജീവിതകഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനുപോലെയായിട്ട് നമ്മുടെ നിന്നിയാണ്. അപ്പോ എന്റെ കഥ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ മേ ബി അതിനേക്കാൾ ഏറെ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ജീവിതമാണ് നിന്നിയുടേത്. അപ്പൊ നമുക്ക് ഒന്ന് പങ്കുവെക്കാം. ഓക്കെ, അപ്പൊ നിന്നി കുട്ടി എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിന്നി നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്, ദുബായിൽ വന്നിരിക്കുകയാണ്. ഒരാഴ്ചത്തെ വെക്കേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ചെറിയ ശല്യമായി ഇങ്ങനെ മാറി ജീവിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നിന്നീനെ ഞാൻ അടുത്തറിയാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു വർഷം ആവുന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ജൂണിലേക്കാണ് ഒരു വർഷം ആവുന്നത്. പക്ഷെ ആ ഒരു വർഷം എന്ന് പറയുന്നത് ഞങ്ങള് തമ്മില് ഇപ്പൊ ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം പോലെയല്ലേ തോന്നുന്നത്. എന്റെ സ്വന്തം അനിയത്തിയാണ്. അപ്പോഴാണ് നിന്നീനെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് സാധിച്ചത്. എന്റെ ജീവിതം കഴിഞ്ഞു ഇവിടെ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. നിന്നിയുടെ കഥ ഞാൻ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം കുറച്ച് പേരെങ്കിലും കുറച്ച് പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹായ്, എൻ്റെ പേര് നിന്നി സണ്ണി. ഞാനൊരു ഡിവോഴ്സിയാണ്. ഞാനൊരു സിംഗിൾ പേരൻ്റ് ആണ്. ഒരു 4 വർഷമായിട്ട് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് വളരെ വൃത്തിയായി ജീവിച്ചു പോകുന്നു വിത്ത് ഗോഡ്സ് ഗ്രേസ്. അല്ല, എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്നൊരു ദിവസം ഒരു നടുറോട്ടിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അതിനുപരി ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. 4 വർഷം എന്ന് പറയുന്നത് ആക്ച്വലി ഞാനും കുഞ്ഞും ലൈക്ക് എന്നോടൊപ്പം അവനും വളരുമായിരുന്നു, അവനോടൊപ്പം ഞാനും വളരുമായിരുന്നു. വളരെ സുഖമായിട്ട് ജീവിച്ചു വന്നൊരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊന്നും ഇല്ലാതാകുമ്പോൾ ഒരാൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്. എല്ലാം ഉണ്ട്, എല്ലാവരും കൂടെ ഉണ്ട്, എല്ലാത്തിനും സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട്. അങ്ങനെ ചെറുപ്പം മുതൽ ജീവിച്ചു വന്ന ഒരാളാണ് ഞാൻ. സാമ്പത്തികമായിട്ടാണെങ്കിലും ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പം വളരെ സുഖകരമായിട്ടുള്ള സ്കൂളിങ്ങും കോളേജ് ലൈഫും എല്ലാം ഭയങ്കര അടിച്ചു പൊളിച്ച് പഠിച്ച് ജോലി ചെയ്ത പൈസ കൊണ്ടും വളരെ ധാരാളിച്ച് ജീവിച്ച് ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരാളെ കണ്ടുപിടിച്ചു. വീട്ടുകാർക്ക് ഒട്ടുമേ താല്പര്യമില്ലായിരുന്നു. അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഒരു 100 വട്ടം പറഞ്ഞു, വേണ്ട, ഇത് ശരിയാവില്ല, നശിപ്പിക്കുകയാണ് ജീവിതം, നീ വിചാരിക്കുന്ന പോലെ അല്ല. അപ്പം നമുക്കൊന്നും മനസ്സിലേക്ക് കയറില്ലല്ലോ. അവരെന്ത് പറഞ്ഞാലും നമുക്ക് അത് നമ്മളെ ഇതിനകത്ത് പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊരൊറ്റ ചിന്തയല്ലേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്നതിന് നേരെ വിപരീതമായിട്ട് ഞാൻ ഇന്ന ആള് തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിച്ച് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചതോ ഞാൻ കണ്ടതോ ഒന്നുമല്ലായിരുന്നു എൻ്റെ ജീവിതം. മൊത്തത്തിൽ മാറി മറിഞ്ഞു. പക്ഷെ എനിക്ക് ഒരിക്കലും എൻ്റെ വീട്ടിൽ വിളിച്ച് ഞാൻ ചെയ്ത തെറ്റല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറയാനുള്ള ആ ഒരു ധൈര്യവും ഇല്ലായിരുന്നു. അതുപോലെ അത് പറയാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ തയ്യാറുമില്ലായിരുന്നു. കാരണം നമ്മളായിട്ട് വരുത്തി വെച്ചതിന് ഇനി കാരണവന്മാരെയും കൂടി എന്തിനു വിഷമിപ്പിക്കണം? അവരോർക്കുന്ന ഒക്കെ എന്തായാലും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു പോയി സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നതെന്ന് ഓർത്ത് അവരും അവിടെ ഇരുന്നു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു 3 വർഷം ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു. വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളായിരുന്നു, പലതിൽ കൂടെയും കടന്നുപോയി. പക്ഷെ ആളെയാണെങ്കിലും ഞാൻ ഒരുപാട് മോശം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു കാലത്ത് നമ്മുടെ എല്ലാം ആയിരുന്ന ഒരാളെ പറ്റി പെട്ടെന്നൊരു 2-3-4 വർഷം കഴിഞ്ഞ് നമ്മൾ മോശമായിട്ട് പറയുന്നതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ചേരില്ല എന്ന് മനസ്സിലായപ്പോൾ 2 പേരും പിരിഞ്ഞു. കുഞ്ഞിനെ ഞാൻ തന്നെ കൊണ്ടുപോയി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ട് എന്നെ വിട്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ നിന്നു പോകും. അന്ന് എനിക്ക് ജോലിയില്ല. ഞാനന്ന് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ജോലി ചെയ്തിട്ടില്ല. മകനെന്ന് 1 വയസ്സ് ആയതേ ഉള്ളൂ. ഇവനെ ഇവിടെ നിർത്തി വളർത്തിയ ഒരിക്കലും ഇവനൊരു റെസ്പെക്റ്റ് ഉള്ള ഒരു കുഞ്ഞായിട്ട് വളരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടേ ആക്കിയ ഒരു സ്ത്രീക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അത് ആ നാട്ടിൽ നിന്നായാലും ശരി, വീട്ടിൽ നിന്നായാലും ശരി, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തുനിന്നായാലും ശരി, നമ്മുടെ പേരൻസിനാണെങ്കിലും അവർക്ക് നമ്മളെ കാണുമ്പോൾ എന്ന് സങ്കടം, എന്നാലും ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതായിപ്പോയല്ലോ അവസ്ഥ. അപ്പം ആ ഒരു സാഹചര്യത്തിൽ കുഞ്ഞ് വളരുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തായിരുന്നു. കാരണം അവനൊരു റെസ്പെക്റ്റ് ഇല്ലാതെ എല്ലാവരെയും ആശ്രയിച്ച് ജീവിക്കുന്ന വെറും ഒരാളായിട്ട് വളരുക എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം ഞാനൊന്നും അങ്ങനെയല്ല വളർന്നു. ഒറ്റയ്ക്ക് നിന്ന് വീട്ടുകാരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് കിട്ടില്ല.
അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാനൊരു 5 ദിവസത്തിൽ കൂടുതൽ ഈ വീട്ടിൽ ഞാൻ നിൽക്കില്ല. അപ്പം എനിക്ക് ജോലിയില്ല, 1 വയസ്സുള്ള കുഞ്ഞ്, എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, പപ്പ എനിക്ക് ഈ പറയുന്ന പോലെ ഇവിടെ ഇങ്ങനെ നിന്നാൽ പറ്റില്ല, ഞാൻ പോവാം, ഞാൻ എറണാകുളം പോവാണ്. ആകെപ്പാടെ നമ്മുടെ ഒരു നാട്ടിലെ ഒരു ടൗൺ എന്ന് പറയുന്നത് അതേ ഉള്ളൂ. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്പനി അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ തന്നെ കൊച്ചിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. കാരണം എൻ്റെ വീട് കട്ടപ്പനയാണ്, അവിടെ നമുക്കൊരു സ്കോപ്പും ഇല്ല. അപ്പം പപ്പയോട് പറഞ്ഞു. പപ്പയും അമ്മയും അന്നത്തെ അവർ ലൈക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവരും അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും തോറും ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത്. എവിടുന്നാ ധൈര്യം കിട്ടിയെന്നൊന്നും അറിയില്ല. എന്തായാലും മെയിനായിട്ട് മകനെ പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ഒരു ജോലി വേണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടിയും സാധനങ്ങളും, ഒരു പെട്ടിക്കകത്ത് കുറച്ച് സാധനങ്ങളും ആയിട്ടാണ് ഞാനും എൻ്റെ കുഞ്ഞും എറണാകുളത്തേക്ക് പോകുന്നത്. ഒരു പനമ്പള്ളിയിൽ ചെറിയൊരു കോളനി പോലെ ഒരു സ്ഥലം, അവിടെ ഒരു വീടെടുത്തു. ഒരു കുഞ്ഞൊരു മുറി, ആ മുറിയുടെ ഒരു സൈഡിൽ ഒരു ടേബിള്, പിന്നെ ഒരു കിച്ചണ് വേണ്ടിയിട്ട് ഒരു സ്ലാബ്, അവിടെ ഒന്നുമില്ല, സ്റ്റൗവോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നമ്മൾ വാങ്ങിച്ചു. ഒരു സൈഡിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ ധാരാളം മതി. അവിടെ ചെന്നു, എൻ്റെ അവിടെ ആക്കി പപ്പ അമ്മ ഇവർ രണ്ടുപേരും തിരിച്ചുപോയി. അത്യാവശ്യം വേണ്ട പോക്കറ്റ് മണിയും കാര്യങ്ങളും ഒക്കെ പപ്പ തന്നു. ഒരു 3 മാസത്തോളം പപ്പ എന്നെ ടേക്ക് കെയർ ചെയ്തു കേട്ടോ. പക്ഷെ അന്നൊക്കെ പപ്പയുടെ നിന്ന് 1 രൂപ മേടിക്കാൻ എനിക്ക് ഭയങ്കര മനസ്സിൽ കുത്തില്ല. കാരണം സ്വന്തമായിട്ട് വരുത്തി വെച്ചു, എന്നെ നോക്കണം, എൻ്റെ കൂടെ എൻ്റെ മകനെയും കൂടെ എൻ്റെ അപ്പൻ നോക്കുക എന്ന് പറഞ്ഞത് ന്യായമല്ലല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെയുണ്ട്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ അവിടെ ചെന്ന് താമസം തുടങ്ങി. ഇന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, അവരങ്ങ് പൊയ്ക്കഴിഞ്ഞ് ശൂന്യതയാണ് മൊത്തത്തിൽ. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? ആ മുറിയും മൊത്തത്തിൽ ശൂന്യമായിട്ട് കിടക്കുന്ന, എൻ്റെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒരു സൈഡ് വെച്ചിരിക്കുന്നതല്ലാതെ ഒന്നുമില്ല. കുഞ്ഞിൻ്റെ ഒരു കാറുണ്ട്, ആ ഒരു കാറ് മാത്രമേ ഉള്ളൂ കുഞ്ഞിൻ്റെതായിട്ട് ആ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ എടുക്കേണ്ടി വന്നതും എടുത്തതും. അതില് കുഞ്ഞിങ്ങനെ എൻ്റെ ചുറ്റും ഇങ്ങനെ ഈ വണ്ടിയിൽ ഇങ്ങനെ ഓടുകയാണ്. 1 വയസ്സേ ഉള്ളൂ, അപ്പം പിച്ച വെക്കുന്ന പ്രായമാണ്. ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് എൻ്റെ ചുറ്റും പോകും. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അന്നത്തെ ആ വേദന, എന്ത് ചെയ്യും, എവിടുന്ന് ഞാൻ തുടങ്ങും? എൻ്റെ കയ്യിലൊരു ജോലിയില്ല, ഒരു 100 രൂപ വേണമെങ്കിൽ പപ്പേനെ വിളിച്ച് പറയണം, ഈ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും? കാരണം എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്നെ ഒട്ടും തന്നെ എന്ന് വെച്ചാൽ കുഞ്ഞിനെ പറ്റി ബോധേഡേ അല്ലായിരുന്നു. ആൾക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, ആള് പോയി. ഞാൻ അവിടെ ഇരുന്നു, കുറേ നേരം ഞാൻ കരഞ്ഞു. ഈ കുഞ്ഞിൻ്റെ വിധി ഓർത്താണ് മെയിനായിട്ടും കരഞ്ഞത്. പിന്നെ ഇനി ഞാൻ എവിടുന്ന് തുടങ്ങും എന്നോർത്ത്. അപ്പം ഓർത്തു, ഓക്കെ, ഇവിടെ നിന്നാൽ ശരിയാവില്ല, പുറത്തേക്ക് പോവാം. അങ്ങനെ IELTS ജോയിൻ ചെയ്യാം എന്നൊക്കെ അവിടെ ഇരുന്ന് ചിന്തിച്ചു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു IELTS ജോയിൻ ചെയ്യാം. അവിടെ പനമ്പള്ളി തന്നെ ഒരു സെൻറ്ററിൽ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു അവിടെ. അവർ ഈ പറയുന്ന പോലെ ഞാൻ അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ അവസ്ഥ ഇതാണ്, ഞാനൊരു സിംഗിൾ പേരൻ്റാണ്, കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ആരുമില്ല, ഞാൻ ക്ലാസ്സിൽ വന്നാലും എനിക്ക് കൊച്ചിനെ കൊണ്ടുവരേണ്ടി വരും, നിങ്ങൾക്കതൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലും ഇല്ല, വന്നോളൂ, നമുക്ക് നോക്കാം, ആദ്യത്തെ ഒരു 2 ദിവസം നമുക്ക് ഇരുന്ന് നോക്കാം കുഞ്ഞെങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നു എന്ന്. ഞാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെന്നു. അവരെല്ലാവരും കൂടെ കുഞ്ഞിനെ, ഇവനാണെങ്കിലും ഭയങ്കര ലൈക്ക് എല്ലാവരുമായിട്ട് ചേർന്ന് പോകുന്നൊരു കുട്ടിയാണ്. അവിടെ ചെന്നു, അവൻ അവിടുത്തെ ആ കോച്ചിങ് സെൻറ്ററിലെ ആളായി മാറി. അവിടുത്തെ ഒരു സാറും ടീച്ചറും ഉണ്ട്, അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നു, മീൻസ് ഞാനൊരു ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് അവിടെ ഒരു കയറ്റുപായ ഇട്ടിട്ടുണ്ട്, അവിടെ കിടന്നാണ് കൊച്ച് ഉറങ്ങുന്നത്. കാരണം ഒരു കോച്ചിങ് സെൻറ്റർ ആകുമ്പോൾ ബെഡും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ സാറ് പിറ്റേ ദിവസം മുതൽ ഷോൾ കൊണ്ടുതരാൻ തുടങ്ങി. അത് വിരിച്ചിട്ട് അവിടെ കിടത്തും. ക്ലാസ്സിനിടയ്ക്കാവാൻ കരുതി ഞാൻ എടുത്തുകൊണ്ട് പോകും. അത്ര ഒരു കോപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ഒരു തരത്തിൽ IELTS ഒക്കെ എഴുതി എക്സാം എഴുതാറായപ്പോഴത്തേക്ക് മനസ്സിലായി കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകാനുള്ള അതൊന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. നമുക്കൊരു കുഞ്ഞ് ഉണ്ട്, ഭർത്താവും ഈ കേരള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, അവർ നമ്മളെ പുറത്തേക്ക് പോകണമെങ്കിൽ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അത് അവർ തന്നില്ല, ഉപേക്ഷിച്ചു. അതിനുപരി ഉപദ്രവവും. അപ്പോൾ ഞാനും പിന്നെ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ഈ IELTS എഴുതി എടുത്തിട്ടും എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം പുറത്തേക്ക് പോകണമെങ്കിൽ ഞാൻ കുഞ്ഞില്ലാതെ എന്തായാലും പോകില്ല. എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടെ നിർത്തിയിട്ട് പോകില്ല. അതെൻ്റെ തീരുമാനമായിരുന്നു. എന്ത് വന്നാലും കുഞ്ഞുമായിട്ട്. അതിപ്പോൾ നാട്ടിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ ഒരു വീട്ടിലെ ജോലിക്ക് ഇത്രയും പഠിച്ചതാണ്, ഒരു വീട്ടു ജോലിക്ക് പോകേണ്ടി വന്നാലും ഞാനത് ചെയ്തേനെ. കാരണം കുഞ്ഞിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിരുന്നു. അങ്ങനെ IELTS എന്ന് പറയുന്ന മോഹം അവിടെ ഉപേക്ഷിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം 4 നേരം വയറെന്നറിയാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഈ നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനേക്കാളും ജോലിക്ക് എപ്പോഴൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 3 മാസം, ഒരു 2.5 മാസം ആയപ്പോൾ എനിക്ക് ജോലി കിട്ടി. ഒരു നല്ലൊരു കമ്പനിയിൽ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട്, അവരുടെ ഇൻഹൗസ് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു.
അന്ന് മുതൽ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നത്. എന്നാലും നമ്മളെ ഒരാൾ ഉപേക്ഷിച്ചതിന്റെ ആ ഒരു വേദന, അതിനുപരി ആ കൊച്ചിനെ വളർത്തുന്നു, ഒന്ന് കരയാൻ പോലും നമുക്ക് സമയമില്ലായിരുന്നു എനിക്ക്. ഞാൻ രാത്രിയൊക്കെ കൊച്ചിനെ ഉറക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു ശൂന്യതയായിരുന്നു മനസ്സിൽ. കാരണം പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തിട്ടല്ല നമ്മളെ ഒരാൾ ഉപേക്ഷിക്കുന്നത്. അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെല്ലുന്നില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് പതിയെ വഴക്കും കാര്യങ്ങളും വരുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മുഴുവൻ അതനുസരിച്ച്. അപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് എന്നും ഉണ്ടായിരുന്നു. അത് രാത്രികളിലൊക്കെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ഉറങ്ങാത്ത ഒരുപാട് രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു തരത്തില് ജോലിയൊക്കെ ആയി വളരെ വൃത്തിയായിട്ട് ജീവിച്ചു പോയി. പിന്നെ ആ പനമ്പള്ളിയിലെ വീട്ടിൽ നിന്ന് മാറാം എന്നുള്ളൊരു അവസ്ഥ. അതിൻ്റെ കൂടെ വേറൊരു ജോലിയും കൂടെ കിട്ടി. അപ്പോൾ രാവിലെ 9 മണി മുതൽ 6 മണി വരെ ജോലി ചെയ്യും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് വീണ്ടും ഒരു 6:30 മുതൽ ഈ പറയുന്ന പോലെ ഒരു 11 മണി 12 മണി വരെ അടുത്ത കമ്പനിയിലെ ജോലി. അങ്ങനെ 2 ജോലിയും ഇങ്ങനെ ഹാൻഡ് ഇൻ ഹാൻഡ്, ഒരെണ്ണം പാർട്ട് ടൈമും ഒരെണ്ണം ഫുൾ ടൈമും ആയിട്ട് അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഒരു കുറെ കാലം അവിടെ ജോലി ചെയ്ത് പിന്നെ അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ഒരു നല്ലൊരു വീടെടുത്ത് മാറി. അങ്ങനെ ജോലിയൊക്കെ കിട്ടി വളരെ ഇതായിട്ട് പോകുന്ന സമയത്ത് ഡിവോഴ്സിന്റെ കേസ് നടക്കുകയാണ്. അപ്പം നമ്മൾ മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു. കാരണം ഒരാൾക്ക് വേണ്ട എന്ന് മനസ്സിലായ പിന്നെ അതിനകത്ത് ക്ലിങ് ചെയ്ത് അവിടെ കിടന്ന് കുറെ വഴക്കുണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കേണ്ട ഒരു കാര്യമില്ല. പരസ്പരം യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരാൾക്ക് പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളും പതിയെ മാറുന്ന നല്ലത്. കാരണം വെറുതെ എന്തിന് നമ്മൾ നമ്മുടെ 2-3 വർഷം ഈ കോടതി കയറി ഇറങ്ങി നമ്മൾ കളയുന്നു. ആ സമയം വൺസ് അതൊന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇതിങ്ങനെ കിടക്കും തോറും നമുക്ക് ഒരു സൈഡിൽ എന്തോ തീർക്കാൻ കിടക്കാണ്, അല്ലെങ്കിൽ അതൊരു ഹോപ്പ് തന്നുകൊണ്ടിരിക്കും. എന്നെങ്കിലും ഒരിക്കലും ഇത് ശരിയായാലോ. പക്ഷെ ഇത് മൊത്തത്തിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഹോപ്പും ഇല്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ലൈഫ് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കോടതി പോയി വരുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ദുരിതമായിരുന്നു. കാരണം തൊടുപുഴയിലായിരുന്നു എൻ്റെ കോടതി, പ്രൊസീജിയേഴ്സ് മുഴുവൻ അവിടെയായിരുന്നു. ഞാൻ ഈ എറണാകുളത്ത് നിന്ന് 6:30 ആകുമ്പം ബസ് കയറി ഈ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന വഴിക്ക് കുഞ്ഞാണ്, ഇടയ്ക്ക് ഛർദ്ദിക്കും, ചില ദിവസം സീറ്റ് കിട്ടില്ല. എന്നാലും മനുഷ്യർ നല്ലവരാണ്, അവരെന്നും ഈ പറയുന്ന പോലെ എണീറ്റ് നിന്നവരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ ഈ കുഞ്ഞ് ചിലപ്പോൾ ഛർദ്ദിക്കുമ്പോൾ ആരുടെയെങ്കിലൊക്കെ ദേഹത്തേക്കായിരിക്കും ഛർദ്ദിക്കുക. അവരൊക്കെ ഓഫീസുകളിലേക്ക് പോകുന്നവരെ അവരുടെ ഡ്രസ്സിലാകും. അപ്പോൾ അവർ ഈ രാവിലെ ഈ കൊച്ചിനെ കൊണ്ട് ഈ ബസ്സിൽ കയറി വരും. ഛർദ്ദിക്കുന്ന പിള്ളേരെ കൊണ്ട് എന്തിനീ ഈ ബസ്സിൽ കയറുന്നത്, വണ്ടി വിളിച്ച് പൊക്കൂടെ. അവർക്കറിയില്ലല്ലോ നമുക്ക് വണ്ടി വിളിച്ച് പോകണമെങ്കിൽ ഇത്രയും ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ എൻ്റെ കൂടെ കോടതിയിലാണെങ്കിലും ആരും വരാറില്ലായിരുന്നു. ഞാൻ എന്നും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഈ കുഞ്ഞിനെ ആയിട്ട് ആ കോടതിയിൽ പോയി ഒറ്റയ്ക്ക് നിന്ന് അവന് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയാണ് രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബസ് കയറി പിന്നെ ബസ് കയറി തിരിച്ചു വരുന്നു. ഇതൊക്കെ ഒരു ഭയങ്കര ദുരിതം പിടിച്ചൊരു കാലഘട്ടമായിരുന്നു. അത്ര ഈസി ആയിട്ടൊന്നും കടന്നു പോയിട്ടില്ല. ഇപ്പം എനിക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചോ, ഇതൊക്കെ ഞാൻ വിത്ത്സ്റ്റാൻഡ് ചെയ്തോന്ന് ഞാൻ ഓർക്കും. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമോ നീ ആയതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കഥ അറിയാവുന്നവരെപ്പോഴും പറയും നീ ആയതുകൊണ്ടാ ഇത് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ആണെങ്കിൽ പറ്റില്ല. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഒരു അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക്, അമ്മയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഏതറ്റം വരെയും നമ്മൾ അത് ചെയ്തിരിക്കും. കാരണം അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു പവറോ അല്ലെങ്കിൽ പ്രത്യേകിച്ചുള്ള ഒരു കഴിവോ ഒന്നും നമുക്ക് വേണ്ട. അതറിയാണ്ട് നമ്മൾ ചെയ്തു പോകും. കാരണം കുഞ്ഞെന്ന് പറയുന്നത് നമുക്ക് അത്രയും വലിയൊരു എന്താ പറയുക, നമുക്കത് മറക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ 9 മാസം അവരെ ക്യാരി ചെയ്തതോ ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല. അതിനകത്ത് ഓരോ ദിവസവും അല്ലെങ്കിൽ ആദ്യം അവരുടെ മുഖം കണ്ടതും ഒക്കെ ഇന്ന് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണ്. അപ്പം കുഞ്ഞുങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഏതൊരമ്മയും ഏതറ്റം വരെ ആ കുഞ്ഞിന് വേണ്ടി പോകും. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് ഇതൊന്നുമില്ല, നിങ്ങൾക്കൊന്നും ഈ സാഹചര്യങ്ങൾ വരാഞ്ഞിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആവും, നിങ്ങളും ബോൾഡ് ആവും. എല്ലാ സ്ത്രീയുടെ ഉള്ളിലും ഒരു തീയുണ്ട്. ആ തീ പുറത്ത് വരണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. ചിലർക്കത് ഉണ്ടാവും, ചിലർക്കത് ഉണ്ടാവില്ല. ചിലർ അങ്ങനെ ഉണ്ടായാൽ തന്നെ അതിനകത്ത് ഒട്ടും തന്നെ ജയിക്കാതെ ആത്മഹത്യ, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, ആ കൊച്ചിനെയും കൊന്ന് ഞാനും മരിച്ചേക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും. പക്ഷെ നമ്മളൊരു ഒരു പവർ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. അപ്പം അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഈ കോടതിയൊക്കെ കയറി ഇറങ്ങി ഒരു തരത്തിൽ നമുക്ക് ഡിവോഴ്സൊക്കെ കിട്ടി. അങ്ങനെ ഫ്രീ ആയി എന്ന് തന്നെ പറയാം. അന്ന് ഭയങ്കര വേദനയായിരുന്നു. കാരണം ഒരു നിമിഷം കോടതിയിലാണെങ്കിലും ഒരു ലാസ്റ്റ് അവർ നമ്മളോട് ചോദിക്കും, അപ്പം ഡിവോഴ്സ് ആകുമല്ലേ, ഒപ്പിടുവല്ലേന്ന് ചോദിക്കുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് യെസ് ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്ന് ഒരു ഫീലിങ്സേ ഇല്ലാതെ വന്ന് ഒപ്പിടുമ്പം ഈ കുഞ്ഞിനെയും പിടിച്ച് നിൽക്കുന്ന എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഭാരമുണ്ട്. കുഞ്ഞെന്ന് പറയുന്ന ഒരാള്, ആ ഒരു കുഞ്ഞിന് വേണ്ടി ഇനി ഞാൻ സ്വരുക്കുട്ടം ചെയ്ത് മുഴുവൻ ഉണ്ടായിരുന്നു. പക്ഷെ ആളെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഒപ്പിട്ടു, ആള് വളരെ ഈസിയായി ബായ് എന്ന് പറഞ്ഞു പോയി, കുഞ്ഞിനെയും ഒന്ന് നോക്കി പോലും ഇല്ല. അന്ന് ഞാൻ തീരുമാനിച്ചു
ഞാൻ തോക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് ഈ കൊച്ചിനെ ഞാൻ വളർത്തും. തിരിച്ച് ബസ് കയറി വീട്ടിൽ വന്നു, നമ്മൾ ഫ്രീ ആയി എന്ന് പറയുമ്പോഴും ഒരുപാട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. കരഞ്ഞിട്ടില്ല എന്നൊന്നുമല്ല, ഒരുപാട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ കരച്ചിലിൽ നിന്നാണ് ഞാൻ ഓരോ ദിവസം ബോൾഡ് ആയിക്കൊണ്ടിരുന്നത്. ചിലർ പറയും കരയരുത്, കരയുന്നത് നാണക്കേടാ. ഒന്നുമില്ല. നമുക്ക് കരച്ചിൽ വന്നോ അല്ലെങ്കിൽ നമുക്ക് ദുഃഖം വന്നോ നമ്മൾ കരഞ്ഞേക്കണം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വന്നോ നമ്മൾ ചിരിക്കണം. നമ്മൾ എല്ലാ വികാരങ്ങളും നമ്മൾ ലൈക്ക് എക്സ്പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ഫേസിൽ നിന്ന് നമ്മൾ പുറത്ത് വരുള്ളൂ. നമുക്ക് സങ്കടം വരുമ്പോൾ കരഞ്ഞു കഴിയുമ്പോൾ അതങ്ങ് കരഞ്ഞങ്ങ് തീർന്നു പോകും. അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇത്രയും കഷ്ടപ്പാടിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആക്ച്വലി എൻ്റെ വീട് ഒരുപാട് ദൂരെ ആയിരുന്നത് കൊണ്ട് തന്നെ എപ്പോഴും എറണാകുളത്ത് വന്ന് എന്നെ അന്വേഷിക്കാനൊന്നും എൻ്റെ വീട്ടുകാർക്ക് പറ്റില്ലായിരുന്നു. കാരണം അവർക്കും ഈ പറയുന്ന പോലെ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് എൻ്റെ ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പണ്ട് ഒക്കെ എന്നും കാണുമ്പോൾ ഹായ് ബൈ അത്രയൊക്കെ തന്നെ മാത്രം ഉണ്ടായിരുന്ന ഒരു ബന്ധം പിന്നീട് അങ്ങ് ഭയങ്കരമായിട്ട് വളർന്ന് ഈ പറയുന്ന പോലെ എന്നും ഏതൊരു അവസ്ഥ വന്നാലും വിളിച്ച് അന്നേരെ വരാൻ ഒരു 3 ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഒരു ഫ്രണ്ടിന്റെ ഫാമിലിയും അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ഈ ഒരു കഷ്ടം നമ്മളെല്ലാം ഓർക്കും, നമുക്ക് എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി മാത്രമേ നമ്മുടെ കൂടെ കാണുള്ളൂ എന്നൊരു ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അതിനകത്തൊന്നും എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് ഞാൻ പറയാം, അതിലൊന്നും വലിയ കാര്യമില്ല. ചിലപ്പോൾ നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനായിരിക്കും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം അവരെന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഏത് രാത്രി വിളിച്ച് കരഞ്ഞാലും അത് മൊത്തം ഇരുന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് അവരെപ്പോഴും കാണിക്കുമായിരുന്നു. അതെനിക്ക് തരുന്ന ധൈര്യം ഭയങ്കരമായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, ഇപ്പോൾ കൊച്ചിന് ഒരു ആവശ്യം വന്നു, ഒന്ന് വരാവോ, ഒരു ഹോസ്പിറ്റലിൽ പോകാനോ വരാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരുമായിരുന്നു. ബട്ട് മാക്സിമം അവരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ നോക്കി. ഈ കുഞ്ഞിനെയും കൊണ്ട് 2 മണി 3 മണിക്ക് വരെ ഞാൻ ആശുപത്രിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് പേടിക്കാതെ എനിക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്കെന്നും ഈ എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഒരു സിംഗിൾ പേരന്റിനെ ഭയങ്കരധികം വെൽക്കം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം തോന്നിയത്. കാരണം ഒരിക്കലും ആരും അവള് സിംഗിൾ പേരന്റ് ആണ് അങ്ങനെ എന്നാ ആ ഒരു ഫ്രീഡം എക്സ്പ്ലോയിറ്റ് ചെയ്തേക്കാം. ഇന്ന് വരെ ഒരാളും എൻ്റെ അടുക്കെ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പം എല്ലാം കൊണ്ടും എനിക്കറിയില്ല എല്ലാവരുടെയും അവസ്ഥ ഇതാണോ എന്നറിയില്ല. എല്ലാം കൊണ്ടും എനിക്ക് ഒരു സിംഗിൾ പേരന്റ് ആയി കഴിഞ്ഞപ്പോഴും എനിക്ക് സാഹചര്യങ്ങൾ ഭയങ്കര നല്ലതായിരുന്നു. കൂടെ ആരും ഇല്ലായിരുന്നെങ്കിൽ കൂടി ഇപ്പം നമ്മളൊരു സഹായമായിട്ട് ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ ആരും ആ ഒരു രീതിയിൽ എന്നെ കണ്ടിട്ടില്ല. എന്നും ഭയങ്കര സഹായം തരുന്ന ഒരു രീതിയിലുള്ള ആ ഒരു നല്ലൊരു അപ്രോച്ച് മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഒരു ധാരണയുണ്ട്, നമ്മൾ ഒറ്റയ്ക്കാകുമ്പം നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്, നമുക്ക് ആരും കൂടെയില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. നമുക്കൊരു 1-2 സുഹൃത്തുക്കൾ മതി, ഭയങ്കര നല്ലവർ. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയതും എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ആ ഒരു ധൈര്യം തന്നതും എൻ്റെ കയ്യിലിരുന്ന എൻ്റെ വിദ്യയാണ്. നമ്മളൊക്കെ എന്നെ ഈ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ആക്ച്വലി ഇതെന്തിനും ഞാൻ പഠിക്കുന്നു എന്നുള്ളൊരു ധാരണയായിരുന്നു. ഇപ്പം ഇപ്പോഴും ഇത് പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ എനിക്കുണ്ട്. ഭയങ്കര വലിയൊരു ലൈക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ കോഴ്സിനും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഓരോന്നിനും നമ്മൾ കണ്ടുപിടിക്കണം അതിൽ എന്താവണം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്കൊരു സാഹചര്യം വന്നപ്പം എൻ്റെ വിദ്യാഭ്യാസം എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തു. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആയത്. ഞാൻ ആദ്യം ഒരു 0 ആയിരുന്നു, ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. 2 ജോലിയും കൂടെ ആയപ്പം എനിക്ക് സമയമില്ല. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, എനിക്ക് പ്രൈവറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. ഞാൻ ഒരു കമ്പനിയിലെ ജോലി നിർത്തിയിട്ട് ഒരെണ്ണം കളഞ്ഞിട്ട് ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസിങ് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വീണ ചേച്ചിനെ പരിചയപ്പെടുന്നതും. ഒരാൾ വഴി വന്നു, അവരുടെ മെലിഞ്ഞു, അയാളെ വേറൊരാൾ കണ്ടു, അവരുടെ ഹെൽത്ത് ബെറ്ററായി. അപ്പോഴത്തേക്കും അങ്ങനെ റെഫറൻസ് വഴിയാണ് വീണ ചേച്ചി എൻ്റെ അടുത്ത് എത്തുന്നത്. വീണ ചേച്ചി എൻ്റെ അടുത്ത് എത്തി, അവർ ഈ പറയുന്ന പോലെ ഡയറ്റ് എടുത്തു, അവർക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഒരു വീഡിയോ ചെയ്തിടാം, കാരണം പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഡയറ്റാണ്. അപ്പം മറ്റുള്ളവരും ഇതൊന്ന് അറിയണം, എങ്ങനെയാണ് ഇത്രയും മീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും കൂടെ കഴിച്ച് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, അത് എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ നല്ലതാ മോളെ. അപ്പം നമുക്കൊരു വീഡിയോ ചെയ്തിടാം. അങ്ങനെയാണ് നമ്മൾ ആ വീഡിയോ ഇടുന്നത്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എൻ്റെ ലൈഫ് മൊത്തത്തിൽ മാറി. അന്നുണ്ടായിരുന്ന അതേ തിരക്ക് ടച്ച് വുഡ് ഇന്നും എനിക്കുണ്ട്, വിത്ത് ഗോഡ്സ് ഗ്രേസ്. അതിനകത്ത് ഞാൻ എന്നും താങ്ക്ഫുൾ ആയിരിക്കും. ലൈക്ക് ഞാൻ അനുഭവിച്ച ഒരു 2 വർഷത്തെ സ്ട്രഗിളിൽ നിന്ന് പെട്ടെന്നാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായത് ജീവിതത്തിൽ. അതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആ റിസ്ക് എടുത്തു. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഒരു റിസ്ക് എടുക്കാനും കൂടെ തയ്യാറായി. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ അണ്ടറിൽ ഈ പറയുന്ന പോലെ ഒരു 10-12 കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്.
ഞാൻ എവിടുന്ന് തുടങ്ങിയെന്ന് ഓർക്കണം. എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എൻ്റെ ഒരു ടീം എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് എന്ത് വന്നാലും എനിക്ക് വിളിക്കാനും പറയാനും ഇവരെല്ലാം ഞാൻ അതുപോലെയാണ് എൻ്റെ കുട്ടികളെല്ലാം ഡീൽ ചെയ്യുന്നത്. അവരുമായിട്ട് അതുപോലെയാണ് ഇടപെട്ട് പോകുന്നത്. ഞാൻ അവരുടെ ചേച്ചിയായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പം അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് തുടങ്ങിയെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ ഒരു ഗ്രൂപ്പുണ്ട്. അവിടെ വരെ ഞാൻ എത്തിയത് ശരിക്കും എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്. അതുകൊണ്ട് നമ്മളൊരു ബുദ്ധിമുട്ട് വരുമ്പം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പഠിക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചു പോവുക. അതുകൊണ്ട് നാളെ എന്തെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു വന്നൊരു കുട്ടിയാണ്. ഒരുപാട് ദാരിദ്ര്യമോ കാര്യങ്ങളോ ഒന്നും അറിയാതെ സുഖിച്ച് നല്ല പഠിക്കുന്ന സമയത്താണെങ്കിലും അടിച്ചു പൊളിച്ച് പഠിച്ചു വന്ന ഒരാളാണ്. അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാം, അതായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്താഗതി. പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി. ഒന്നുമില്ലാതെ ആകെ കയ്യിലുണ്ടായിരുന്നത് ആ വിദ്യയാണ്. അതുകൊണ്ട് എനിക്കിന്ന് എന്തെങ്കിലും ആകാൻ പറ്റി. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് പഠിച്ചേക്കുക. നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ വില ചിലപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ചിലപ്പോൾ കല്യാണവും കഴിഞ്ഞ് മേ ബി 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടാണ്. എപ്പോഴാണ് ഇതിന്റെ ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മരിക്കും വരെ വിലയുള്ള ഒന്നാണ് നമ്മൾ പഠിച്ചല്ലെങ്കിൽ നമ്മൾ നേടിയ നമ്മുടെ വിദ്യ. നിന്നെയോ എന്തോ നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ. ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് നിന്നി ഷെയർ ചെയ്തേക്കുന്നത്. കാരണം എനിക്കും നിന്നിക്കും ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ എല്ലാവരുടെ വിചാരം ഈ പറഞ്ഞ പോലെ ഡൈവേഴ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞായി ഇനി മുന്നോട്ട് പോകണ്ട, ജീവിതമില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി മാത്രം നമുക്ക് ജീവിക്കാം. അപ്പൊ നിന്നി കുഞ്ഞിന് വേണ്ടി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇനി നിന്നിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇനിയൊരു അടുത്ത വിവാഹമുണ്ടോ? അല്ല, എന്നോട് കുട്ടികൾ പറയുന്ന ഒരു കാര്യം, ചേച്ചി പച്ചവെള്ളത്തിൽ നമ്മളൊരു ചൂടുവെള്ളത്തിൽ വീണ് ഇനിയൊരു പച്ചവെള്ളം കണ്ടാലും നമുക്ക് പേടിയാണ്, അതൊക്കെ ഇനി കല്യാണം കഴിക്കാൻ ഒരു പേടിയാണെന്ന്. പക്ഷെ എല്ലാ പുരുഷന്മാരും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ നിന്നിയുടെ ആങ്ങളമാരും എല്ലാം ഇല്ലേ? അതെ. അപ്പൊ നിന്നിയുടെ പ്ലാൻ എന്താണ്? എനിക്ക് ആക്ച്വലി ഒരു ചൂടുവെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞിട്ട് ഇനിയും ചാടുന്നത് ചൂടുവെള്ളമാണ്. അതിനോട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇപ്പൊ നമുക്കാണെങ്കിൽ തന്നെ ചേച്ചി കൂട്ടുകാരുണ്ടാവും, അതിനകത്ത് നമ്മൾ സോട്ട് ചെയ്യും. നമ്മളാണെങ്കിൽ ഒരു പ്രായം എത്തുമ്പോൾ സോട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് ചേരുന്നവരെ നമ്മൾ എടുക്കും. ബാക്കിയുള്ളത് നമ്മൾ പതിയെ അതിനകത്ത് നമ്മൾ അകലും. അതുപോലെ തന്നെ എല്ലാ ആണുങ്ങളും ഒരുപോലെ അല്ല. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ട് കുഞ്ഞിനെ ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട്. അവൻ്റെ കൂടെ ഒരുപാട് ടൈം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്. വീക്കെൻഡ്സ് ഒക്കെ മൊത്തം അവൻ്റെ കൂടെ തന്നെയാണ്. മൺഡേ ടു ഫ്രൈഡേ ജോലി, സാറ്റർഡേ ആൻഡ് സൺഡേ ഫുള്ളി ഫോർ സെബ. പക്ഷെ സെബ കുറച്ചും കൂടെ കഴിയുമ്പം സെബയുടെ ലോകം തേടി പോവും. അതുപോലെ തന്നെ സെബയ്ക്ക് ഒരു ഫാദർലി ഫിഗർ അത് വേണം. കാരണം നാളെ ആണെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ പല ക്വസ്റ്റ്യൻസുമായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും അതിനൊന്നും മറുപടി ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കുന്നതിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കി തുടങ്ങി. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, ഇപ്പോഴും തിരക്കുള്ള മാട്രിമോണിയിലും ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. കൂട്ട് വേണം ചേച്ചി. കാരണം കുറച്ച് കഴിയുമ്പോൾ അവനങ്ങ് പോകും. പിന്നെ അപ്പൊ ഞാൻ വീണ്ടും ഒറ്റയ്ക്കാവും. അപ്പൊ അതിന്റെ ഒരു ആവശ്യമില്ല. ആ സമയത്ത് ചിലപ്പോ നമുക്ക് ഒരു നല്ലൊരു കൂട്ട് കിട്ടണം എന്നില്ല. ഇപ്പം പ്രായം നമുക്കൊരു ഷെയർ ചെയ്യാനും നമ്മുടെ ഇത്രയേ ഉള്ളൂ ചേച്ചി. ഒന്ന് വൈകുന്നേരം ഒക്കെ ഒന്നിച്ചിരുന്ന് ഒന്ന് സംസാരിച്ച് ഒരു കോഫി കുടിക്കാൻ ഒരാളുള്ളതെന്ന് പറഞ്ഞത് വലിയൊരു കാര്യം. നമുക്ക് എപ്പോഴും നമ്മുടെ എനിക്കിപ്പം ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്ന് പറഞ്ഞ് എന്നും എന്റെ ഫ്രണ്ട്സ് എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം എന്നില്ല. അപ്പൊ നമുക്കൊരു കൂട്ട് വേണം എന്നുള്ളത്, മനുഷ്യൻ ഏകനായി ഇരിക്കുന്നത് നന്നല്ല. അപ്പൊ ഒരു കൂട്ട് വേണം. തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോ അത് എന്താ പറയാ, ഒരു നല്ലൊരു ശുഭവാർത്തയാവട്ടെ. ഞങ്ങൾ എന്നും മിണ്ടുന്നുണ്ട്, അത് വേറെ കാര്യം. എനിക്ക് വേണ്ടി ആൾക്കാർ സോർട്ട് ചെയ്യുന്നത് ഒരു ടീം തന്നെ ഉണ്ട് ഇപ്പൊ. അതിൽ ഒരാളാണ് ഞാനും ജാൻ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിട്ട് ആളെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവരും കൂടെ ഇന്റർവ്യൂ ചെയ്തിട്ട് മാത്രമേ ഒരാൾക്ക് ഒരു എൻട്രി നമ്മൾ കൊടുക്കുകയുള്ളൂ. അതെന്താ വെച്ചാല് നമുക്ക് സത്യം പറഞ്ഞ പേടിയാ. കാരണം മനുഷ്യര് പലവിധമാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട് ആണെങ്കിൽ പോലും നമ്മുടെ അടുത്ത് നല്ല രീതിയിലായിരിക്കും അവർ പെരുമാറുക. പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുടെ അടുത്ത് അവരെങ്ങനെ പെരുമാറും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറയത്തില്ല, നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. ഒരാളുടെ മനസ്സും തുറന്നു നോക്കാൻ പറ്റില്ല. അപ്പൊ ജാൻ ചേട്ടൻ തന്നെ പറയും, 5 വർഷം വീണയുടെ കൂടെ ജീവിച്ചപ്പോഴാണ്. ഇന്നും കൂടെ രാവിലെ എനിക്ക് കിട്ടിയ ഉപദേശമാണ്, കല്യാണം കഴിച്ചോ 5 വർഷം എന്തിനും തയ്യാറായിരിക്കണം. അത് കഴിയുമ്പോഴേ ഒക്കെ സ്മൂത്ത് ആവുള്ളൂ. ആദ്യത്തെ 3 മാസം അടിപൊളിയാണ്. പിന്നെ ഒരു 5 വർഷം, ആ ഒരു ടൈം പീരീഡ് കൊണ്ടേ നമ്മളെല്ലാം മനസ്സിലാക്കിയും പൊരുത്തപ്പെട്ടും ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കിയൊക്കെ വരുള്ളൂ. അപ്പോ
അതുകൊണ്ട് ഞാൻ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും കല്യാണത്തിനെ കുറിച്ച് ഒരു കല്യാണം കഴിച്ചു അത് മോശമായെന്ന് വെച്ചിട്ട് കുഞ്ഞിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയാണ്, കുഞ്ഞിനോട് സ്നേഹമുണ്ട്, ഇത്രയും ചെയ്ത് എനിക്കൊരു കുഞ്ഞിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അല്ല, ചില സമൂഹത്തിൽ ചില ആൾക്കാർ അവൾക്ക് എന്നോട് ഞാൻ നേരിട്ടുള്ള ഒരു വാക്കാണ്, അവൾക്ക് ഇപ്പൊ എന്തിന്റെ കേടാ, ഒന്നും കെട്ടിയല്ലോ, ഇനി അപ്പളേക്കിനും കണ്ടില്ല രണ്ടാമതും കെട്ടി. അത് സമൂഹം പലതും പറയും, അവർക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷെ നമ്മള് ഇപ്പൊ നിന്നി സ്ട്രഗിൾ ചെയ്ത സമയത്ത് വളരെ ചുരുക്കം പേരിൽ നിന്നിനെ സഹായിക്കാണ്ടായിരുന്നുള്ളൂ. ഈ പറയുന്ന സോ കോൾഡ് സമൂഹം നമ്മളെ സഹായിച്ചു? ആരുമില്ലായിരുന്നു. അന്ന് അവരെല്ലാം കുറ്റം പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, അന്ന് ഞാൻ എല്ലാവരുടെയും വീട്ടില് അവൾ ഇത്രയും വരുത്തി വെച്ച എന്നൊരിതായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെ എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ബെറ്ററായി വരും തോറും അവരുടെ ആ ഒരു അഭിപ്രായം മാറുക. സോ സമൂഹത്തിന്റെ അഭിപ്രായം അത് ഒരു ദിവസം ഒന്നാണെങ്കിൽ പിറ്റേ ദിവസം അത് വേറെ ഒന്നാ. ഇന്നിപ്പോ നമ്മൾ നന്നായി ജീവിച്ചവർ നമ്മളെ പറ്റി നല്ലത് പറയും, നാളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മോശം ഉണ്ടാകുമ്പോൾ അവരത് മാറ്റിയും പറയുന്നുണ്ട്. അത് നോക്കേണ്ട കാര്യമില്ല. അതെ, നമ്മള് വിശ്വസിക്കുക നമ്മളെ തന്നെ. അതെ, നമുക്ക് നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ട്, ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും. പിന്നെ സെബാക്ക് ഒരു ഫാദർ വേണം തീർച്ചയായിട്ടും. അപ്പം അവൻ എന്നാലേ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഫാമിലി ലൈഫിന്റെ ആ ഒരു ഇതെന്താന്ന് അവൻ അറിയണം. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിൽ നിന്ന് വന്ന ചേച്ചി. എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ അപ്പൻ മരിച്ചുപോയി, അപ്പൻ മരിക്കുന്നിടം വരെ അവർ തമ്മിൽ പ്രേമമായിരുന്നു. അല്ലാതെ അവർ തമ്മിൽ ഞാൻ ഒരിക്കലും അവർ ഭാര്യയും ഭർത്താവും അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവർ തമ്മിൽ ഭയങ്കരമായി പ്രേമമായിരുന്നു. ഒരാളില്ലാതെ പറ്റില്ല. അത് അവർ ഡെവലപ്പ് ചെയ്തെടുത്ത് എത്ര വർഷം കൊണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ഫാമിലി ലൈഫ് കണ്ടുവന്ന എനിക്ക് അത് എൻ്റെ കുഞ്ഞും കാണണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു കല്യാണം, നല്ലൊരു പാർട്ട്ണറെ കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മുടെ സഭ ഭയങ്കര ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അമ്മയുടെ മേൽ വന്ന് കിടപ്പുണ്ട്. കുട്ടാപ്പി വിരാനി എടുക്കട്ടെ. അപ്പൊ നമ്മൾക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിന്നിയുടെ വീഡിയോസ് ഇനിയിപ്പോ നിങ്ങൾ ഒരുപാട് പേര് കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? കുറച്ച് PCOD, തൈറോയിഡിന്റെ, പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗട്ട്. അതെ, അങ്ങനെ കുറെ ഡൗട്ടുകളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് വീഡിയോ ഇടുന്നതായിരിക്കും ആൻസേഴ്സ്. അപ്പൊ എന്താ പറയാ, ഇനി ബൈ ബൈ. താങ്ക് യു.